നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എൻ്റെ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് വർക്കിംഗ് വുമൻസിന് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഭയങ്കര അധികം വിഷമമുണ്ടാകും. അവർക്ക് എങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും നേരം ഉള്ള പാല്. അപ്പോൾ നമുക്ക് അവേഴ്സ് അറിയില്ല, ഓരോരുത്തരുടെ ജോലിയുടെ ടൈമിങ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ഒരു 3 hours 4 hours ഒക്കെ വെച്ച് കഴിയുന്ന സമയങ്ങളിൽ അവർക്ക് പാല് ഊറി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആ പാല് കളയാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർക്കായിരുന്നാലും ഒട്ടും വിഷമമില്ലാതെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ലീവിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർക്കേ അറിയുള്ളൂ, എങ്ങനെയാണ് ലീവ് എന്നുള്ളത്. ആ ലീവിൻ്റെ ഒരു റീജോയിനിങ് ഡേറ്റ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ കുഞ്ഞിന് അത് ശീലിപ്പിക്കാതെ 1-2 ആഴ്ചയ്ക്ക് മുന്നേ അമ്മ വീട്ടിലുള്ള ടൈമിൽ തന്നെ നമ്മൾ കുഞ്ഞിന് ഈ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന പാല് കുഞ്ഞിന് എങ്ങനെ കൊടുക്കുന്നു, ഗോകർണത്തിൽ കൊടുക്കാൻ ചില കുഞ്ഞുങ്ങൾ ഗോകർണത്തിൽ അല്ലെങ്കിൽ പാലട അതിൽ കൊടുക്കുന്ന ടൈമിൽ ചില കുഞ്ഞുങ്ങൾ കുടിക്കാനായിട്ട് മടിക്കാറുണ്ട്. ഡയറക്റ്റ് ബ്രസ്റ്റിൽ നിന്നായിരിക്കും അവർ കൂടുതലും സക്ക് ചെയ്ത് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നമുക്കിത് കൊടുക്കുന്നതും വളരെ ഒരു അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് അമ്മ ഉള്ള ടൈമിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ശീലിപ്പിച്ചെടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ 2 weeks മുന്നേ ഈ ഒരു രീതി നമുക്ക് ഡയറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഒരു ഫീഡ് അങ്ങനെ കൊടുക്കുക, സെക്കൻഡ് ഫീഡ് ഗോകർണത്തിൽ അല്ലെങ്കിൽ പാലടയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ ജോലിക്ക് പോകുന്ന ടൈമിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഒന്നുകിൽ കെയർ ടേക്കർ ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മുമ്മയോ അങ്ങനെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരൻസോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എത്ര ml പാലാണ് അറ്റ് എ ടൈം കുഞ്ഞു കുടിക്കുന്നത്, ഓരോ മന്ത് കൂടുന്തോറും ഈ കുഞ്ഞു കുടിക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ട് വരികയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട്. അപ്പോൾ എത്ര ml പാലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് നോക്കി വെച്ചതിന് ശേഷം ഗ്രാൻഡ് പാരൻസിനോട് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുത്ത് ആ രീതിയിൽ കുഞ്ഞിന് പാല് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീടുള്ളത് എങ്ങനെയൊക്കെ നമുക്കിത് എക്സ്പ്രസ് ചെയ്തെടുക്കാം നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് 3 രീതിയിലാണ്. ഒന്ന്, നമ്മുടെ നോർമലായിട്ടുള്ള ഹാൻഡ് ബ്രസ്റ്റ്, അതായത് നമ്മുടെ കൈകൊണ്ട് തന്നെ ബ്രസ്റ്റിൽ നിന്നും എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. 2, നമ്മുടെ മാനുവൽ എക്സ്പ്രഷനാണ്. അതായത് മാനുവൽ പമ്പ്, എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ നോർമൽ യൂസ് ചെയ്യുന്നത് അതാണ്. മാനുവൽ പമ്പ് യൂസ് ചെയ്ത് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കുന്നത്. 3, ഇലക്ട്രിക് പമ്പ് വഴിയിട്ട് നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ രീതി നമ്മുടെ കൈകൊണ്ട് തന്നെ ബ്രസ്റ്റിൽ നിന്നും പാല് എക്സ്പ്രസ് ചെയ്തെടുക്കുന്നതാണ്. രണ്ടാമത്തത്, അത് മാനുവൽ പമ്പിൽ നമുക്ക് അതിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പ്രസ് ആൻഡ് റിലീസ് മെത്തേഡാണ്. മൂന്നാമതെന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് പമ്പിൽ നിന്ന് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കുന്നത്. അതിന് നമ്മൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, അതിൽ സ്പീഡ് ഉണ്ട്. സ്പീഡ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അതിൽ തന്നെ ഉണ്ടാവും. നോർമൽ സ്പീഡ്, മീഡിയം, ഹൈ സ്പീഡ്, അങ്ങനെ ആ ഇലക്ട്രിക് പമ്പിൽ തന്നെ ഉണ്ടാവും. ഈ ഇലക്ട്രിക് പമ്പിലായിരുന്നാലും മാനുവൽ പമ്പിലായിരുന്നാലും ഈ പാല് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലും അതിൽ തന്നെ ഉണ്ട്. ആ ബോട്ടിൽ അളവും എത്ര ml ആണ് എന്നുള്ള വോളിയം ഒക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് പാലെടുക്കുമ്പോൾ എത്ര പാല് അറ്റ് എ ടൈം കിട്ടി എന്നുള്ളത് അമ്മമാർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നതാണ്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിവതും ഇലക്ട്രിക് പമ്പ് യൂസ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും അതൊരു മീഡിയം അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് ലോ സ്പീഡിലോ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഹൈ സ്പീഡ് കൊടുക്കും തോറും ബ്രസ്റ്റിൽ പെയിൻ വരാനും അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് സംഭവിക്കാനുമുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, നമ്മൾ ഹാൻഡ് എക്സ്പ്രഷൻ ആയിരുന്നാലും മാനുവൽ പമ്പ് എക്സ്പ്രഷൻ ആയിരുന്നാലും ഇലക്ട്രിക് പമ്പ് എക്സ്പ്രഷൻ ആയിരുന്നാലും നമ്മളൊരു 30 minutes മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ടൈം എടുക്കാൻ പാടുള്ളൂ. കാരണം
നമ്മൾ കൂടിയാലും ഇതുപോലെ തന്നെ ബ്രസ്റ്റിൽ പെയിനും അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് സംഭവിക്കാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, ഈ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്ന നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ പ്രിസർവ് ചെയ്യാം. ഒന്ന് നോർമൽ റൂം ടെമ്പറേച്ചറിലും, 2 റെഫ്രിജറേറ്ററിലും നമുക്ക് വെച്ച് പ്രിസർവ് ചെയ്യാം. നോർമൽ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 hours വരെ നമുക്ക് അത് പുറത്ത് വെച്ച് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. റെഫ്രിജറേറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് 8 hours. മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റെഫ്രിജറേറ്ററിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കാണ്ടിരിക്കുക. ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് അകത്ത് ഒരു ട്രേ ഉണ്ട് അല്ലേ, നമ്മൾ പാലൊക്കെ സൂക്ഷിക്കുന്ന ട്രേ ഉണ്ട്, അവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല, കുഞ്ഞിന് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ ഇത് പുറത്തെടുത്ത് ഒരു റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പാല് മാത്രമേ നമുക്ക് അച്ചേട്ടം എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഫുള്ളി എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാല് നമുക്ക് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പാടില്ല. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എടുക്കുന്ന വെസൽസ് ഇപ്പം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വെസൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ, അപ്പം അതെല്ലാം വളരെ ഹൈജീനിക് ആയിരിക്കണം, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. ആ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എക്സ്പ്രഷൻ ഒക്കെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു നോർമൽ ഹെൽത്തി ബേബീസും അതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. കാരണം പ്രീടേം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അത് ഡോക്ടറിനോട് സംസാരിച്ച്, ചിലവർ പ്രീടേം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടാതെ ഫോർമുല കൊടുക്കുന്നവരും ഉണ്ടാവും. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, നമുക്കൊരു ആത്മവിശ്വാസം വേണം. അതായത് അമ്മമാർക്ക് ജോലിക്ക് പോകുന്നവരായിരുന്നാലും അവർക്കൊരു കോൺഫിഡൻസ് വേണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അതായത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് തന്നെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും നമുക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമുക്ക് ഈ മുലപ്പാൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ കുഞ്ഞിന് മാത്രം എന്നുള്ളതല്ല. നമുക്ക് അത് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാലില്ലാത്ത അമ്മമാർക്ക് ആ കുഞ്ഞിന് ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വേണ്ടി വന്നാൽ നമുക്ക് ആ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് മറ്റു കുഞ്ഞിനും കൊടുക്കുന്നതിൽ തെറ്റുള്ളതല്ല. അത് ചെയ്യുന്നതും വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. താങ്ക് യു.